എയർപോർട്ട് നിന്നെ മൊത്തമായിട്ടൊന്ന് സ്കാൻ ചെയ്തിട്ട് വിടുള്ളൂ. എന്താ സംഭവം ലാസ്റ്റ് പറഞ്ഞുതരാം. ഉസ്ബെക്കിസ്ഥാന്റെ ആൻഡിജൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ താഷ്കെൻഡിലേക്ക് പോവാണ്. ടാക്സിക്കാരൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടേ ഇറക്കിയതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിക്കതച്ചാണ് നമ്മൾ എത്തിയത്. നമ്മുടെ നാട്ടിലത്തെ ട്രെയിൻ പോയല്ല, 1 മിനിറ്റ് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോർ അപ്പടക്കും. നമ്മുടെ നാട്ടിലത്തെ പോലെ ചാടി കയറാനോ ഓടി ഇറങ്ങാനോ ഒന്നും പറ്റൂല. എന്തൊരു വൃത്തിയുള്ള ട്രെയിൻ. നമ്മളിവിടുത്തെ ഉസ്ബെക്കിസ്ഥാനിലെ സ്ലീപ്പർ കോച്ചാണ് എടുത്തത്. വളരെ ശാന്തി സമാധാനം. നമ്മുടെ നാട്ടിലത്തെ ട്രെയിന് പോലെ ഒരു തരത്തിലുള്ള ശബ്ദമോ മലിനീകരണമോ പരിപാടികളോ ഒന്നുമില്ല. വളരെ ശാന്തി സുന്ദരമായിട്ട് നമ്മൾ കിടന്നുറങ്ങി. അങ്ങനെ ആഫ്റ്റർ 5 hours നമ്മൾ എന്ത് ചെയ്തു, ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള താഷ്കെൻഡിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി താഷ്കെൻഡ് നമ്മൾ നേരെ പോകാൻ പോകുന്നത് താഷ്കെൻഡ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. അപ്പോൾ നമ്മുടെ അടുത്ത രാജ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ ബാഗ് ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ ബാഗ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കിയതാണ് ബാഗ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ബാഗ് ഇങ്ങോട്ട് തിരിച്ചു വന്നു. അതായിരുന്നു നിങ്ങൾ ആദ്യം കണ്ട സംഭവം. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത കൺട്രിയിലേക്ക് നമ്മൾ പോവുകയാണ്. എയർപോർട്ടിലെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു സ്നാക്സ് ആയിട്ട് ഒരു സോംസ കഴിച്ചു. നല്ല വെറൈറ്റി പേരിലൊരു എയർലൈൻസിലാണ് നമ്മൾ പോണത്, സോമൻ എയർ. അപ്പോൾ നമ്മൾ പോണത് തജിക്കിസ്ഥാൻ എന്ന് പറയുന്ന സെൻട്രൽ ഏഷ്യയിലെ അടുത്ത ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. വെറും 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഉസ്ബെക്കിസ്ഥാനും തജിക്കിസ്ഥാനിലെത്തി. നേരെ നമ്മൾ തജിക്കിസ്ഥാനിലെ റൂമിലേക്ക് പോവാണ്. റൂമിൽ നമ്മൾ എത്തിയപ്പോഴേക്കുണ്ട് നമുക്കില്ല ഫുഡും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി റെഡി. അടിപൊളി ലക്ഷറി ഒരു വില്ലയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് പോയി കിടക്കാൻ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.